25,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് ഡിസ്പ്ലേ, പിന്നെ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷനും അടിപൊളി പെർഫോമൻസും കുറച്ച് AI ഫീച്ചേഴ്സും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഫോണാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ചോയ്സ് ആണ് മോട്ടോറോള എഡ്ജ് 60 ഫ്യൂഷൻ. കുറച്ച് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മുടെ ഫോൺ കയ്യിലേക്ക് കിട്ടി ആദ്യം നമുക്ക് തോന്നുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു ഡിസ്പ്ലേ ആണ്. ഒന്നാമത് ഇത് കർവ് ഡിസ്പ്ലേ ആണ്. എനിക്ക് പേഴ്സണലി കർവ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഫോണുകൾ വളരെയധികം ഇഷ്ടമാണ്. സോ ഈ ഒരു കർവ് ഡിസ്പ്ലേ നമുക്കിത് കയ്യിൽ കൊണ്ടു നടക്കാനുള്ള ഒരു ഫീലും ഒരു ലെതർ ഫിനിഷ് ആണ് ബാക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത്. സോ ഈ രണ്ട് കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡിസ്പ്ലേയിലൂടെ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മൂവീസോ യൂട്യൂബ് വീഡിയോസോ കാണുവാണെങ്കിലും നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. മോട്ടോറോള പറയുന്നത് ഇതിൽ മിലിറ്ററി ഗ്രേഡ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്. സോ വെള്ളമായാലും തറയിൽ വീണാലും അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാലും വലിയതായിട്ട് ഫോണിനെ അഫക്റ്റ് ചെയ്യില്ലെന്നാണ് അവർ പറയുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ മനഃപൂർവ്വം ചെയ്ത് നോക്കുവാണെങ്കിൽ ഫോൺ താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ ആക്സിഡന്റിലായിട്ട് നമ്മൾ പോക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഫോൺ താഴെ വീഴുവാണെങ്കിലോ അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴിക്കേണ്ട സിറ്റുവേഷൻ വരുവാണെങ്കിലോ മഴ നനയുകയാണെങ്കിലോ ഒക്കെ ഫോണിന് വലിയതായിട്ട് അത് അഫക്റ്റ് ചെയ്യില്ല. സോ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6.7 ഇഞ്ചിന്റെ ഒരു POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 1.5K ട്രൂ കളർ ആയിട്ടുള്ള ഓൾ കർവ് ഡിസ്പ്ലേ ആണ്. ഇതിന്റെ 4 സൈഡും ഒരു ചെറിയ കർവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ HDR10+ഉം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഉണ്ട്. നല്ല ഹെവി സൺലൈറ്റിലൊക്കെ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും ഉണ്ട്. ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ഫോണിലാണ് ലോകത്തിലെ ആദ്യത്തെ സോണി ലിഥിയ 700Cയുടെ മെയിൻ ക്യാമറ വരുന്നത്. അതായത് 50 MB ആണ് മെയിൻ ക്യാമറ. പിന്നെ 13 MB അൾട്രാ വൈഡ് മാക്രോ ക്യാമറയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ചെയ്യാൻ പറ്റും. അത് 30 FPS പറ്റത്തുള്ളൂ. എങ്കിലും ആ ഒരു ക്വാളിറ്റി നല്ലതാണ്. സെൽഫീസ് ഒക്കെ എടുക്കാനായിട്ട് ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 MB ആണ്. അതിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കണ്ടു മനസ്സിലാക്കാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ബെസ്റ്റ് AI എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോണിലൂടെ കിട്ടുന്നത്. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കുറച്ച് ഫോട്ടോസ് നമുക്ക് PDF ആക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേറെ ആപ്ലിക്കേഷൻ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു ക്യാമറയുടെ മുന്നിലേക്ക് ആ ഒരു ഫോട്ടോസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു സ്കാനിന്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ ഇതുപോലെ PDF ആക്കി വെക്കാൻ പറ്റും. പിന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഫോണിൽ വരുവാണെങ്കിൽ അതൊക്കെ സോർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള നോട്ടിഫിക്കേഷൻ മാത്രമായിട്ട് കാണിക്കും. പിന്നെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുക്കുമ്പോൾ അത് എന്തിന്റെ സ്ക്രീൻഷോട്ട് ആണെന്ന് നമുക്ക് ഇവിടെ ഓർത്ത് വെക്കാനും ആവശ്യമുള്ളപ്പോൾ അത് റീകോൾ ചെയ്തെടുക്കാനും പറ്റും. അതിനായിട്ട് ഇവിടെ പ്രത്യേക ഒരു ജേർണൽ തന്നെ കൊടുത്തിട്ടുണ്ട്. MediaTek Dimensity 7400 പ്രോസസർ ആണ് വരുന്നത്. 8GB 12GB റാമിൽ ഇത് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് ആയിട്ട് കിട്ടുന്നത് 256GB UFS 2.2 സ്റ്റോറേജ് ആണ്. റാം ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ 16 5G ബാൻഡുകൾ കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് 5.4 ആണ് ഇതിൽ വന്നിരിക്കുന്ന ബ്ലൂടൂത്ത് വേർഷൻ. പിന്നെ Wi-Fi 6ഉം ഇതിൽ സപ്പോർട്ട് ചെയ്യും. ചാർജിങ് ഒക്കെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ഒരു 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്കുള്ള ഫുൾ ചാർജ് കിട്ടും. 5500 mAh ബാറ്ററിയും 68 വാട്ട്സിന്റെ ബ്ലേസിംഗ് ഫാസ്റ്റ് ചാർജറും നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടും. സോ ഗെയിമിങ്ങിനോ മീഡിയ കൺസപ്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേ ടു ഡേ ടാസ്കിനൊക്കെ പറ്റിയൊരു ഫോൺ ആയിരിക്കും. കുറെ AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആക്കാൻ ഈ ഒരു ഫോൺ നിങ്ങളെ സഹായിക്കും. സോ ഡിസ്പ്ലേയുടെ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്. ബെസ്റ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ക്യാമറയും അത്യാവശ്യം നല്ലൊരു ക്യാമറയാണ്. സോ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഫോണാണ് മോട്ടോറോളയുടെ എഡ്ജ് 60 ഫ്യൂഷൻ. സോ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ പറ്റും. ആൻഡ് ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്യുക.